സ്വദേശീവൽക്കരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഒമാനിൽ കൂടുതൽ പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. എണ്ണ, പ്രകൃതിവാതകം, ലോജിസ്റ്റിക്സ്, വിനോദസഞ്ചാരം തുടങ്ങിയ അടിസ്ഥാന മേഖലകളിൽ സ്വദേശികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിനാൽ ഈ മേഖലകളിലെ പ്രവാസികളെ പരമാവധി ഒഴിവാക്കാനാണ് സർക്കാർ തീരുമാനമെന്ന് മന്ത്രാലയ പ്രതിനിധികൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഈ വർഷം അവസാന പാദത്തോടെ സ്വകാര്യ മേഖലയിൽ 50,000-ഉം പൊതുമേഖലയിൽ 10,000-ഉം ഉൾപ്പെടെ ആകെ 60,000 തൊഴിലവസരങ്ങൾ സ്വദേശികൾക്കായി സൃഷ്ടിക്കുമെന്ന് പ്ലാനിംഗ് ആൻഡ് ലേബർ പോളിസി അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ അബ്ദുള്ള ബിൻ മുറാദ് അൽ മലാഹി അറിയിച്ചു. കഴിഞ്ഞ വർഷം നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം ഒമാനിൽ 74,000 സ്വദേശികൾ തൊഴിലന്വേഷകരായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സെയ്ദ് ബവൈൻ പറഞ്ഞു. സഹേം സംരംഭം വഴി ഇതിനകം നിരവധി പേർക്ക് ജോലി ലഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. അവശേഷിക്കുന്ന തൊഴിലന്വേഷകർക്ക് ജോലി ലഭ്യമാകുന്നതുവരെ വേതന സബ്സിഡിയും ആവശ്യമായ തൊഴിൽ പരിശീലനവും നൽകുമെന്ന് തൊഴിൽ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഖാലിദ് ബിൻ സലേം അൽ ഖമാരി അറിയിച്ചു. 2025-ൽ 36,413 തൊഴിലവസരങ്ങളും 15,069 തൊഴിൽ പരിശീലന അവസരങ്ങളും ഒരുക്കിയതായി തൊഴിൽ ഡയറക്ടറേറ്റ് ജനറൽ ഡയറക്ടർ ജനറൽ അമ്മാർ ബിൻ സലേം അൽസാദി വ്യക്തമാക്കി. തൊഴിൽ സുരക്ഷാ ആനുകൂല്യത്തിന്റെ ഗുണഭോക്താക്കളുടെ എണ്ണം 660 ആണെന്നും വേതന സംരക്ഷണ സംവിധാനത്തിൽ 1,41,000-ത്തിലധികം സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.